പത്തനംതിട്ട തിരുവല്ലയിൽ UDF വനിതാ സ്ഥാനാർത്ഥിയെ CPIM ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. മത്സരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ താൽക്കാലിക ജോലി കളയുമെന്നും ഭീഷണി. സർക്കാർ സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്ക് മത്സരിക്കാനാകില്ലെന്ന് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് CPIMന്റെ വിശദീകരണം. നാമനിർദ്ദേശ പത്രിക നൽകിയതിന് പിന്നാലെയാണ് പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ പൊടിയാടി ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആശമോൾ TS-നെ CPIM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയത്. ഇപ്പം ഭയങ്കരമായിട്ട് ഒരു പ്രഷർ എനിക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടാണ്. ഞാൻ ഇതിൽ മത്സരിച്ചാൽ എൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യും. പുളിക്കീഴ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ ജവാൻ മദ്യ ഉൽപാദന യൂണിറ്റിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ. പിന്മാറിയില്ലെങ്കിൽ ആശയടക്കം 28 ജീവനക്കാരുടെ ജോലി പോകുമെന്നും ഭീഷണി. ഈ ജോലി നഷ്ടപ്പെടുത്താൻ ഇടവരുത്തില്ല. പക്ഷെ എന്തെങ്കിലും നല്ലൊരു തീരുമാനം ഇതിനെടുക്കണേ. കണ്ണൂർ മോഡൽ പത്തനംതിട്ടയിൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിനെതിരെ പരാതി നൽകുമെന്ന് കോൺഗ്രസ്. തിരുവല്ല പൊടിയാടിയിലൊക്കെ ഇത് നടക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഭരണത്തിന്റെ അഹങ്കാരം എവിടെ വരെ എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. സർക്കാർ ഓഫീസിലെ തൊഴിലാളികൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്ന് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് CPIM വിശദീകരണം. സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായോ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കൺവീനർ എന്നുള്ള നിലയിൽ അവർക്ക് മത്സരിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഞങ്ങൾ LDF എന്നുള്ള നിലയ്ക്ക് ഒരു പരാതി ആ നോമിനേഷൻ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.